ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനോടൊപ്പം നമ്മൾ ഈ പ്രക്ഷോഭത്തിൽ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ അത് രണ്ടുമാണ്. ഈ ഗവൺമെന്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പട്ടിക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ സമീപകാലത്ത് കേരളീയ മനസാക്ഷിയെ ഉലച്ച ഒരു കേസാണ് വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ നിഷ്ഠൂരമായ കൊലയെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസ് ഇപ്പൊ പ്രതിയെ വെറുതെ വിട്ടു. ആ പ്രതിയുടെ പേരിൽ ചുമത്തിയ കേസുകൾ എന്തെല്ലാമാണ്? ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, കൊലപാതകം. അതിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടർ, നമുക്കറിയാം സാധാരണ ഒരു സംഭവം നടന്നാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ത് ചെയ്യും? അത് സീൽ ചെയ്യും, എവിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ പ്ലേസ് ഓഫ് ഒക്കറൻസിൽ എത്തിയത് 24 മണിക്കൂറുകൾക്ക് ശേഷമാണ്. കോടതി പറഞ്ഞു, അശാസ്ത്രീയമായ തെളിവ് ശേഖരിക്കൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ. DNA ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രോമങ്ങൾ ബ്ലഡിലുണ്ടായിരുന്നു, പുരുഷബീജത്തിന്റെ അംശം ബ്ലഡിലുണ്ടായിരുന്നു. കുട്ടിയുടെ നഖത്തിനുള്ളിൽ പ്രതിയുടെ വസ്ത്രത്തിന്റെ നാരുകളുണ്ടായിരുന്നു. പക്ഷെ ശാസ്ത്രീയമായ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. പ്രോസിക്യൂഷന് നിഷ്ഠൂരമായ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വണ്ടിപ്പെരിയാറിലെ ലയത്തിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളായ ദമ്പതികൾക്കുണ്ടായ ഒരു അരുമസന്തതി 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആറ്റുനോറ്റുണ്ടായ ഒരു കുരുന്ന്. 6 മാസം 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി മരണപ്പെട്ടിട്ട് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കാൻ പറ്റാത്ത സംസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി കേരളത്തിൽ പിന്നോട്ട് സഞ്ചരിക്കണം. നമുക്കറിയാം വാളയാറിലെ സഹോദരിമാരുടെ മരണം. ആ മരണത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രതികളെ വെറുതെ വിട്ടു. കേരളീയ മനസാക്ഷി വല്ലാതെ ഞെട്ടിപ്പോയ സംഭവമായിരുന്നു. ഗവൺമെന്റ് പറഞ്ഞു, ഇനി ഇത്തരം കേസുകൾക്ക് വീഴ്ചയുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റഡ് മോണിറ്ററിംഗ് സിസ്റ്റം, നിയമവകുപ്പിന്റെ സെക്രട്ടറി, പട്ടികജാതി വികസന വകുപ്പിന്റെ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, സോഷ്യൽ വെൽഫെയറിന്റെ സെക്രട്ടറി, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉന്നതതല മോണിറ്ററിംഗ് സിസ്റ്റം സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയതിനു ശേഷം വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ പ്രതിയെ ശിക്ഷിക്കാൻ കഴിയാതെ വീണ്ടും കേരളം തലകുനിച്ചു നിൽക്കുമ്പോ കേരളത്തിലെ പട്ടിക വിഭാഗങ്ങൾ എന്താണ് പറയേണ്ടത്? ഈ ഗവൺമെന്റിനുള്ള താക്കീതാണ്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ, പിന്നോക്ക വിഭാഗങ്ങളുടെ, പാർശ്വവൽക്കൃത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രതിലോമകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീർ ഗണപതിയെ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തിയ ഒരു മിത്ത് വിവാദം. മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐതിഹ്യം, കെട്ടുകഥ.